പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ പി കുരുള അച്ഛനാണ്. അച്ഛൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ വിവിധ ഇടവകളിൽ സേവനം ചെയ്തു. കുവൈറ്റ് സിറ്റി പാരിഷിലും അതുപോലെ തന്നെ ബോംബെയിലും കേരളത്തിലെ വിവിധ ഇടവകളിലും സേവനം ചെയ്തു. ഈ അടുത്ത സമയത്ത് കുന്നംകുളം മാർത്തോമാ ഇടവകയുടെ വികാരിയായി സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛ, നമസ്കാരം. നമസ്കാരം അച്ഛ. അച്ഛൻ എങ്ങനെയാണ് മിനിസ്ട്രിയിലേക്ക് വന്നത്? ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു എന്നതാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യവും ആ വിശ്വാസത്തിലുമാണ് ജീവിതത്തിൽ വളർന്നു വന്നതും. ഓക്കെ, അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മാതാപിതാക്കളാണോ എന്ന് ഞാൻ പറഞ്ഞാൽ അച്ഛന് അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? പൂർണ്ണമായി യോജിക്കുന്നു. എന്നാൽ അമ്മയുടെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും മൂത്ത മകനാണ് ഞാൻ. അവർ 7 വർഷക്കാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീർ തൂക്കി ലഭിച്ചതാണ് ഞാൻ. ദൈവം തമ്പുരാൻ അവർക്ക് ദാനമായി കൊടുത്ത മൂത്ത പൈതലിനെ അമ്മ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പ്രതിഷ്ഠിച്ചുവെന്നും അപ്രകാരം തന്നെ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചതായിട്ടും ഞാൻ മനസ്സിലാക്കി. എനിക്ക് നൽകിയ പേര് തന്നെ മോൻ അച്ഛൻ എന്നുള്ള ഒരു പേരാണ് നൽകിയത്. അപ്പോൾ തന്നെ അവരുടെ ആഗ്രഹം ഞാനൊരു അച്ഛനാകും ഭാവിയിൽ എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ അമ്മ എന്നെ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അച്ചായൻ്റെ പ്രത്യേകമായിട്ടുള്ള കരുതലും സ്നേഹവും ഇല്ല എന്നർത്ഥമാക്കുന്നില്ല. ഞങ്ങളൊരു സാധാരണ കൃഷി ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ജോലി തിരക്കും മറ്റും കാരണം അമ്മയാണ് കൂടുതലായി എന്നെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ സന്തോഷം. ഓക്കെ, നമ്മുടെയൊക്കെ സാഹചര്യം കാർഷിക ബാക്ക്ഗ്രൗണ്ടായിരുന്നു. പിതാക്കന്മാർ കൃഷി കച്ചവടമൊക്കെ ആയിരുന്നു. അമ്മമാരെ വീട്ടിലിരിക്കുന്നവരായിരുന്നു. അമ്മ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാം. എങ്ങനെയാണ് ആ അനുഭവം പങ്കുവയ്ക്കുന്നത്? എൻ്റെ ഒരു വിശ്വാസമാണ് അമ്മ വിവാഹം കഴിഞ്ഞുള്ള 7 വർഷക്കാലം നിരന്തരമായി ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ മുതൽ അമ്മയുടെ പ്രാർത്ഥന ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് തന്നെ ചെറിയ പ്രായത്തിൽ വളർത്തുന്നതിൽ അച്ചായൻ്റെ ബിസി ഷെഡ്യൂളിനിടയിൽ അമ്മ ആണ് കൂടുതലായി മുമ്പേ അച്ഛൻ ഓർപ്പിച്ചതുപോലെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. സൺഡേ സ്കൂളിൽ അയക്കുന്നതിലും വാക്യം പഠിപ്പിക്കുന്നതിലും എല്ലാം അമ്മയ്ക്ക് വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നു. ആ കാലയളവിൽ വീടുകളിലൊക്കെ പലയിടത്തും വിദ്യുശക്തി ഇല്ലാത്ത സമയമാണ്. അപ്പം ഞാൻ വളർന്നതും പഠിച്ചതും 10ാം ക്ലാസ് വരെ മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിൽ നിന്നാണ് പഠിച്ചത്. രാത്രി ഞാൻ മെനക്കെട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ ഉറങ്ങാതെ എൻ്റെ കൂടെ ഇരുന്ന് കട്ടൻ കാപ്പി ഇട്ട് തന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ പരിശ്രമിച്ചതും പ്രാർത്ഥിച്ചതും വളരെയധികം നന്ദിയോടുകൂടി ഓർക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അമ്മയുടെ സ്വാധീനത്തെ മറക്കാൻ പറ്റില്ല. അച്ഛാ, ഞാൻ ഉൾപ്പെടെ 10ാം ക്ലാസ് വരെ മണ്ണെണ്ണ വിളക്ക്, അതെനിക്ക് അഭിമാനപൂർവ്വം പറയാം. അന്നത്തെ ഒരു സാഹചര്യമായിരുന്നു. ഇന്നത്തെ ഒരു സാഹചര്യവും അന്നത്തെ ഒരു സാഹചര്യവും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെയാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവകൃപ അനുഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? നിശ്ചയമായും ദൈവകൃപയില്ലാതെ ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് ഉത്തമമായ എൻ്റെ ബോധ്യമാണ്. ദൈവം വിളിച്ചു എന്നുള്ള ബോധ്യവും ദൈവം കൈക്ക് പിടിച്ച് നടത്തുന്നു എന്നുള്ള ബോധ്യവും വിവിധങ്ങളായ പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ ഇരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ എന്നും കൂടെയുണ്ട് എന്നുള്ളത് ഈ നാളുകളിലെല്ലാം കുഞ്ഞിലെ മുതൽ ഈ നിമിഷം വരെ ഞാൻ രുചിച്ചറിയുന്ന കാര്യമാണ്. ഓക്കെ, അച്ഛൻ്റെ ഓർമ്മയിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുരോഹിതൻ ആരായിരുന്നു? ചെറുപ്പം മുതലേ അച്ഛന്മാരെ ദൂരെ നിന്ന് കണ്ടുള്ളതായ പരിചയം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിറത്തിലാണ് പലരെ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ എനിക്ക് ഒരു ഓർമ്മയായി ഏകദേശം ഞാൻ ശുശ്രൂഷ മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച സമയങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് ഈ അടുത്ത സമയം പര്യാതനായ PT കോശിയച്ഛനാണ്. അച്ഛനും തുടർന്ന് വർഗീസ് അച്ഛനും എൻ്റെ ശുശ്രൂഷ കാലയളവിലുള്ള ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്ന സമയങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളവരാണ്. ഓക്കെ, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടും പാസനേജും പള്ളിയുമായി ബന്ധം പുലർത്തിയിരുന്നു. അത് അന്ന് നമുക്ക് കളിക്കാൻ സമയമുണ്ടായിരുന്നു, പള്ളിയിൽ പോകാനും പള്ളി സ്പെൻഡ് ചെയ്യാനും ഒക്കെ സമയമുണ്ടായി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയുന്നു ഒന്നിനും സമയമില്ല. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ എല്ലാത്തിനും ഒരു സമയം, ടൈം ഫോർ എവരിതിങ്. എൻ്റെ ഒപ്പീനിയൻ എന്താണ്? എനിക്ക് ഈ കാലഘട്ടങ്ങളിലെ തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തുന്ന സമയത്ത് സമയം കണ്ടെത്തേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക്
നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതിൽ മാതാപിതാക്കളും പട്ടക്കാരെന്നുള്ള നിലയിൽ നമ്മളും ഒരു പരിധിവരെ പരാജയപ്പെടുന്നോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ കഴിവതും എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ സമയം കണ്ടെത്തിക്കാനായിട്ട് പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടാണ് പൊതുവെ എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അവരുടെ ഇടയിൽ എന്നും എല്ലാ ഞായറാഴ്ചകളിലും കഴിവുള്ളിടത്തോളം സൺഡേ സ്കൂളിൽ പോയി കുഞ്ഞുങ്ങളെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും അറിയാവുന്ന പാട്ടുകൾ അവരെ പഠിപ്പിക്കുന്നതിനൊക്കെ ശ്രമിച്ച് ഈ ദൈവവുമായുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ സമയം കണ്ടെത്തണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യുവജന സഖ്യാംഗങ്ങളും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അച്ഛന്മാരോട് അവിടെ അടുക്കുന്നത് കുറവാണെങ്കിലും അവരിൽ ഒരാളാകാൻ ശ്രമിക്കുമ്പോൾ യുവജന സഖ്യാംഗങ്ങളും പൊതുവെ ഇങ്ങനെ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് അച്ഛ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം, ഞാൻ അതിലൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ്. കുട്ടികളോട് ഇടപെടുമ്പോൾ അവർക്ക് വലിയ സന്തോഷവും ഇളം തലമുറയെ രൂപപ്പെടുത്താൻ നല്ല മനുഷ്യരായി തീരാനാണ് പഠിപ്പിക്കേണ്ടത്. നല്ല മനുഷ്യരായി തീരാനാണ് അച്ഛൻ്റെ അധ്യാപകർ, പ്രത്യേകിച്ച് അച്ഛൻ പഠിച്ച കോളേജിലെ അധ്യാപകർ സ്വാധീനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ? അച്ഛൻ പഠിച്ചത് എവിടെയായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രിയാണ് അടുത്ത കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മർത്തോമ കോളേജിലാണ് ഗ്രാജുവേഷന് പഠിച്ചത്. അധ്യാപകരെല്ലാവരും തന്നെ വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നവരായിരുന്നു. മറക്കാൻ പാടില്ലാത്ത അധ്യാപകർ ഗണത്തിൽ ഈ അടുത്ത സമയം നിര്യാതനായ PM തോമസ് സാറിൻ്റെ സ്വാധീനം വളരെയധികം എന്നെ എക്കണോമിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. ഞാൻ ഈ കുഞ്ഞിലെ തന്നെ ഈ ഒരു മിനിസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരാളാണെന്നുള്ള നിലയിലാണ് എൻ്റെ അധ്യാപകരും സഹപാഠികളും എല്ലാവരും എന്നെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഞാനൊരു മിതത്വം പാലിക്കുന്ന ആളും ലാളിത്യത്തിൽ വളരാൻ ശ്രമിക്കുന്ന ആളും വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുക, അല്ലാത്ത സമയങ്ങളിലൊക്കെ പഠനവും പള്ളിയും കൂട്ടായ്മകളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. അന്നത്തെ മർത്തോമ കോളേജിൻ്റെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു? നമുക്ക് അച്ഛനാകാൻ പോകുന്ന ഒരാൾക്ക് എങ്ങനെയുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഇത് ഞാൻ മുമ്പ് പറഞ്ഞത് വളരെയധികം എന്നെ ഗുണത്തോടും ദോഷത്തോടും കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തിൽ പോലും എനിക്ക് ഒന്നുഴപ്പാൻ പറ്റത്തില്ല. കാരണം ഉടനെ ചോദ്യം, താൻ ഒരു അച്ഛനാകാൻ പോകുന്ന ആളല്ലയോ? അത് പ്രിൻസിപ്പൽ അച്ഛനാണ്, TC തോമസ് ആയിരുന്നു ഫസ്റ്റ് ഇയറിലെ പ്രിൻസിപ്പൽ. അച്ഛൻ പലപ്പോഴും എന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് കോളേജിൽ ഓഫീസിലൊരു സീനിയർ അക്കൗണ്ടൻ്റ് ഉണ്ട്. അദ്ദേഹത്തോട് വിവരം പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടും. ഉടൻ തന്നെ വീട്ടിൽ നിന്ന് അച്ചായൻ വന്ന് വഴക്ക് പറയുന്ന മുഖാന്തരങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം അച്ഛനാകുന്നു എന്നുള്ള നിലയിൽ അതിൻ്റേതായ ഒത്തിരിയും ബാരിയേഴ്സ് നമ്മുടെ സമൂഹത്തിൽ അത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിവതും ഞാൻ ഒരു നല്ല ആളായിരിക്കാൻ, അത് എത്രമാത്രം സാധിച്ചിട്ടുണ്ടെന്ന് സമൂഹത്തിൽ ആരും ഒരിക്കലും ഒരു തിന്മ പറഞ്ഞ് ഇത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. പക്ഷെങ്കിൽ മാക്സിമം നല്ലതാകാനുള്ള ശ്രമം കുഞ്ഞിലെ മുതലേ നടത്തുമായിരുന്നു. അപ്പം മോൻ അച്ഛൻ എന്നുള്ള പേര് നിലനിർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഇടവകയിലെ പട്ടക്കാർ സ്വാധീനിച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ അധ്യാപകർ, കോളേജിലെ അധ്യാപകർ അന്ന് നമ്മളെ പേർചൊല്ലി വിളിച്ച് നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരോട് നമുക്ക് കടപ്പാടുണ്ട്. എന്ന് പറയുന്ന പോലെ സൺഡേ സ്കൂൾ അന്ന് മുതൽ പഠിച്ചു വരാനും മോറൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, കുറേ വാക്യങ്ങൾ പഠിപ്പിച്ചു എന്നതിലുപരിയായി കുറേ മോറൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടിടയായി. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അധ്യാപകരൊക്കെ ആരായിരുന്നു? സൺഡേ സ്കൂൾ ലെവലിൽ ഓർക്കുമ്പോൾ ഏറ്റവും അധികം ഓർക്കുന്നതും എന്നും ബഹുമാനിക്കുന്നതും ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററായിരുന്ന ഒരു പാപ്പി സാറുണ്ടായിരുന്നു. മണലേൽ പാപ്പി സാർ എന്നാണ് അറിയപ്പെടുന്നത്. സാറും ഭാര്യയും വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ളവരാണ്. അവരുടെ ഒരു സാധാരണക്കാരായ ആളുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒത്തിരി സാറുമാർ ആ കാലയളവിലുണ്ട്. എന്നെ പ്രതിഷ്ഠിക്കാനായിട്ട് കോഴഞ്ചേരിയിൽ പള്ളിയിൽ കൊണ്ടുപോകുന്നത് എൻ്റെ അച്ചായൻ്റെ ഒരു ഫസ്റ്റ് കസിൻ അവറാച്ചൻ എന്ന് പറയുന്നത്, പുള്ളി വെറും തയ്യക്കാരനാണ്, സൺഡേ സ്കൂൾ അധ്യാപകരാണ്. അവരുടെയൊക്കെ ആ കാലയളവിലെ ദൈവാശ്രയവും പ്രാർത്ഥനാ ജീവിതവും എനിക്ക് സൺഡേ സ്കൂൾ ലെവലിൽ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. സൺഡേ സ്കൂളിലൊരു വിദ്യാർത്ഥിയും തുടർന്ന് അധ്യാപകനും തുടർന്ന് VBSലെ വിദ്യാർത്ഥിയെ വോളണ്ടിയർ, അധ്യാപകൻ, ഡയറക്ടർ എന്നീ നിലകളിലെല്ലാം ഈ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചത് എല്ലാം ഈ ശുശ്രൂഷയ്ക്ക് വളരെയധികം സഹായമായിരുന്നിട്ടുണ്ട്. ഓക്കെ അച്ഛൻ, നമ്മൾ പറയുന്നത് നമ്മൾ ഈ പള്ളിയോട് അച്ഛനാകണം എന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബാണെന്നറിയാം. എൻട്രൻസ് എക്സാമുകളും ഇൻ്റർവ്യൂകളൊക്കെ പാസ്സാകണമെന്നൊക്കെ അറിയാം. എന്നാൽ പോലും വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വളർന്നു വരുമ്പോൾ
ഒരുപാട് പേരുടെ പ്രോത്സാഹനമാണ്. എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ടാണ് നമ്മൾ വന്നത്, പെട്ടെന്ന് ചാടി വീഴുകയല്ലായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ് അച്ഛൻ പറഞ്ഞത്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, അച്ഛനെ വിദേശ ഇടവുകളിൽ ഇപ്പോൾ കുവൈറ്റ് പോലുള്ള പാരീഷിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ പെട്ടെന്ന് നോക്കുമ്പം സമൃദ്ധിയുടെ ഒരു ദേശമാണെങ്കിലും ഒരുപാട് പേരുടെ കഷ്ടതകൾ, പ്രവാസി ലോകത്തിൻ്റെ കഷ്ടതകൾ അത് കാണാനും കേൾക്കാനായിട്ട് ഇടയായി. ഞാനിപ്പോൾ അടുത്ത സമയത്ത് ആടുജീവിതം ബ്ലസ്സി സാറിൻ്റെ ബ്ലസ്സി ചെയ്ത ആടുജീവിതത്തെ പറ്റി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, പ്രവാസികളുടെ കണ്ണുനീരാണ് സഭയുടെ വിത്ത്, പ്രവാസികളുടെ കഷ്ടപ്പാടാണ് സഭയുടെ ഏറ്റവും വലിയ ധനം, ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള സഹായവും. അപ്പോൾ അച്ഛൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ അവിടെ വർക്ക് ചെയ്തപ്പോൾ? 2002 എന്നെ സഭ കുവൈറ്റിലെ സഹവികാരിയായിട്ട് അയക്കുന്നത്. സാധാരണഗതിയിൽ ചെല്ലുന്ന ഉടനെ തന്നെയൊന്നും അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചെന്ന് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ എൻ്റെ വികാരിയായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PS ദാനിയേൽ അച്ഛനാണ്. അച്ഛൻ എൻ്റെ അധ്യാപകനുള്ള നിലയിൽ അച്ഛനോടുള്ള സകല ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുക. എന്നാൽ അച്ഛൻ എനിക്ക് ഒത്തിരി ഫ്രീഡം തന്നിരുന്നു. എല്ലായ്പ്പോഴും ധാരാളം, അന്ന് കുവൈറ്റ് ഒരു വലിയ ഇടവകയാണ്, ഇന്നത്തെ പോലെ കൊച്ചു കൊച്ചു ഇടവകളായിട്ട് അത് വിഭജിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5000-ൽ പരം ആളുകൾ നമ്മുടെ അറിവിലും അല്ലാതെ ഏകദേശം അത്രയും തന്നെ ആളുകളും ഇടവകയിൽ അംഗങ്ങളായിരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അംഗങ്ങളായി 5000-ഓളം ആളുകളുണ്ട്. 2500-ഓളം യൂണിറ്റുകളുണ്ട്. എല്ലാവരെയും കണ്ടെത്തുക എന്ന് പറയുന്നത്, എല്ലാവരുമായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട PS ദാനിയേൽ അച്ഛൻ്റെ സഹകരണത്തോടെ ഞാൻ പലപ്പോഴും ക്യാമ്പുകളിൽ വിസിറ്റ് ചെയ്യുകയും മണിക്കൂറുകൾ യാത്ര ചെയ്ത് ചില ക്യാമ്പുകളിൽ പോയി പ്രാർത്ഥന നടത്തുകയും, ഈ ആരാധനയിൽ പ്രത്യേകിച്ച് അവിടെ 4th ഫ്രൈഡേ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ക്യൂ നിന്നാണ് ആളുകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത്. 2 ഹോളിലായി L ഷേപ്പുള്ള ഹോളിൽ 1000-ഓളം ആളുകളെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അകത്ത് കയറാൻ വേണ്ടി മണിക്കൂറുകൾ, അത് കൊടും വെയിലാണെങ്കിലും കൊടും തണുപ്പാണെങ്കിലും നിൽക്കുന്ന ആളുകളുണ്ട്. അവരിൽ പലർക്കും അകത്ത് കയറാൻ പറ്റുകയില്ല. ആരാധന കഴിയുമ്പോൾ ഞാനും എൻ്റെ സഹധർമ്മിണി, എനിക്ക് ദൈവം കൂട്ടായി തന്നതായിട്ടുള്ള എൻ്റെ വൈഫും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായുള്ള ധാരാളം ആളുകളെ കണ്ടെത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് 3 വർഷത്തെ അവിടുത്തെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ലഭിച്ച, അത് സഭയ്ക്ക് നൽകാൻ സാധിച്ച ഏറ്റവും വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുകയാണ്. പക്ഷേ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ക്വാർട്ടേഴ്സ് കിട്ടാത്ത ആളുകളും ഒക്കെ ഇല്ലായിരുന്നോ? അതെ. അന്നേരം അവരുടെ ജീവിതത്തിൽ കൂട്ടായ്മ കൊടുക്കുക എന്നതായിരുന്നു ഏറ്റവും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരല്ലായിരുന്നു, നല്ല ബന്ധം. അതൊരു നല്ലൊരു കാലമായിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ ആളുകളില്ലേ അവിടെ? ധാരാളം പേര് ക്യാമ്പുകളിൽ താമസിക്കുന്നവരുണ്ട്. ഇടവകൾ ചെറുതായതോടുകൂടെ അച്ഛന്മാർക്ക് കുറേയൊക്കെ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും നമ്മുടെ ശ്രദ്ധ ചെല്ലാത്തതുകൊണ്ട് മാത്രമാണ് മറ്റ് ഇതര ഇൻഡിപെൻഡൻറ്റ് സഭകളിൽ പോകുന്ന ആളുകളുടെ എണ്ണം അന്നും ഇന്നും ഉണ്ട്. നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നു എന്ന് കണ്ടാൽ നിശ്ചയമായിട്ടും അവർ നമ്മുടെ കൂടെ വരും. പിന്നെ നമ്മൾ അവർക്ക് പള്ളിയിലെത്തുന്നതിനുള്ള വണ്ടി ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ പല വിധത്തിലുള്ളതായ കൂട്ടായ്മകൾ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അച്ഛാ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലം മതസൗഹാർദ്ദത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അച്ഛൻ ജനിച്ചു വളർന്ന തലവടി ഭാഗത്ത് നമുക്ക് മതം, രാഷ്ട്രീയം അതിനപ്പുറമായി മാനുഷികമായ ബന്ധങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ അനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴും എൻ്റെ ഒരു തോന്നലിൽ ഇന്നത്തെ യാതൊരു വിധമായിട്ടുള്ള ബാഹ്യശക്തികളുടെ പ്രേരണകളും പൊതുവെ ഏശാത്ത ഒരു സ്ഥലമാണ് അവിടെ എന്നാണ് എൻ്റെ ചിന്ത. എക്യൂമെനിക്കൽ രംഗത്ത് നമ്മളിപ്പോൾ സഭകൾ തമ്മിലും അതുപോലെ തന്നെ മറ്റു മതസ്ഥർ തമ്മിലുള്ള കൂട്ടായ്മയാണ് എക്യൂമെനിസം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി അച്ഛൻ്റെ ഒപ്പീനിയൻ എന്നാണ്? മതങ്ങൾ തമ്മിലും സഭകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ഗ്രാസ് റൂട്ട് ലെവലിൽ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ. ചില ഇടങ്ങളിൽ ഇത് ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും പൊതുവെ എല്ലാം ഇത് മുകൾ പരപ്പിൽ ബിഷപ്പ്മാരുടെ ലെവലിൽ മാത്രമൊക്കെ ഒതുങ്ങി നിൽക്കുന്നതും ചില സെമിനാറുകളിൽ ഒതുങ്ങി നിൽക്കുന്നതുമായിട്ടൊക്കെ ചുരുങ്ങിപ്പോകുന്നു എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. ഉദാഹരണം, മാരാമൺ കൺവെൻഷനിൽ ഒരു എക്യുമെനിക്കൽ മീറ്റിംഗ് നടക്കുന്നതോടുകൂടെ അതെല്ലാം പൂർത്തിയായി അല്ലെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നതല്ലാതെ കാര്യമായ വിധത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ താഴെ ലെവലിൽ കുറേ കൂടെ നമ്മൾ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഈ വെള്ളപ്പൊക്കത്തിന് കണ്ടൊരു കാര്യമാണ്, വേലികളൊന്നുമില്ല, മതിലുകളെല്ലാം ഇടിഞ്ഞു പോയൊരു സാഹചര്യം. വേലി വേണ്ടാന്നോ മതിൽ വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ നാടിൻ്റെ നന്മകൾ പരിപോഷിപ്പിക്കണം. നാട്ടുനന്മ എന്ന് പറയുന്നത് അത് പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇപ്പോഴും ഹൈന്ദവർ, ഇപ്പം എൻ്റെ ദേശത്ത്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ദേശത്ത് ആര് മരിച്ചാലും എന്നെ അറിയിച്ചാൽ ഞാൻ പറയാം അവിടെ പോകണമെന്ന് പറയും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ദേശത്ത് അടുത്ത സമയത്തൊരു മരണമുണ്ടായി. ഞാൻ അവിടെ ചെന്ന് പലരും എന്നോട് ചോദിച്ചു, അച്ഛൻ വന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരനാണ് മരിച്ചത്, അല്ലെങ്കിൽ ഒരു പ്രായമുള്ളൊരു അച്ഛനാണ് മരിച്ചത്. അങ്ങനെ ഒരു നാട്ടുനന്മ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ അർത്ഥവത്താകുമെന്നാണ് എൻ്റെ വിചാരം. നിശ്ചയമായിട്ടും. അച്ഛാ, നമ്മൾ നാട്ടു നന്മകളെ പറ്റി പറഞ്ഞു. നാടിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു പാടശേഖരങ്ങളും അതുപോലെ തന്നെ വെള്ളം, അതുപോലെ തന്നെ കാട്ടരുവികളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നത് നമ്മൾ വസിക്കുന്ന സാഹചര്യങ്ങൾ, ഭൂമിയുടെ സൗന്ദര്യം, നല്ലൊരു ആവാസ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് പരിസ്ഥിതി മലിനമാകുന്ന സാഹചര്യങ്ങളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് എനിക്ക് ഏറ്റവും സൗന്ദര്യമായിട്ട് എപ്പോഴും തോന്നുന്നത്. അച്ഛൻ്റെ എങ്ങനെയാണ്? നിശ്ചയമായും. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ മാറിയതനുസരിച്ച് പട്ടണങ്ങളിലേക്ക് ആളുകൾ മാറി താമസിക്കുന്നു എന്നുള്ളത് വളരെയധികം അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ കാര്യമായി പരിശ്രമിച്ചാൽ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ വിദേശ രാജ്യങ്ങൾ പലതും ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മുടെ ഈ മാലിന്യ വർജനം അത് ക്രമീകരിക്കുന്നതിലോ അത് സംസ്കരിക്കുന്നതിലോ നമ്മളിപ്പോഴും ആ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഔട്ട്സൈഡ് കേരളയിലാണെങ്കിലും പലയിടങ്ങളിലും മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടുന്നതിനേക്കാൾ മാലിന്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പരിശ്രമിക്കുന്ന പൂനെ മുതലായിട്ടുള്ള നമ്മുടെ അവിടുത്തെ ആ ഒരു പ്രത്യേക സംസ്ഥാനത്ത് പൂനെയിൽ പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്നത് പ്രയോജനകരമായ വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും നമ്മുടെ പട്ടണങ്ങളിലും അത് പ്രയോജനപ്രദമാക്കാമെന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ ചെറിയൊരു കാഴ്ചപ്പാടിൽ എല്ലാവരും അവരവർ പരിശ്രമിച്ചാൽ ഒരാളുടെ പുരയിടത്തിലേക്ക് മറ്റൊരാൾ മാലിന്യം വലിച്ചെറിയാതെ ആ മാലിന്യം നമ്മുടെ പറമ്പിൽ തന്നെ അത് പാഴ്വസ്തുവാക്കി കളയാതെ വളമായി ഉപയോഗിക്കാനും പല വിധത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിയുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ കൂടാതെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു 7 സെൻറ്റ് സ്ഥലത്ത് ഒരു കെട്ടിടത്തിലാണ്. അപ്പോൾ അതിന് ചുറ്റുപാടും വളരെ ചെറിയ സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഉള്ളിടത്ത് ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് ഈ പാഴ്വസ്തുവായി വരുന്ന അടുക്കളയിലെ വേസ്റ്റും മറ്റുമൊക്കെ ഇതിൻ്റെയൊക്കെ കുഴിച്ചിട്ടും അത്യാവശ്യമായിട്ട് കത്തിക്കാൻ പറ്റുന്നത് കത്തിച്ചും അങ്ങനെ പല രീതിയിൽ പ്രയോജനകരമായി ഉപയോഗിക്കാമെന്നാണ് ചിന്ത. അതിന് എൻ്റെ ദൈവം തന്നാൽ ജീവിത പങ്കാളി ഈ വേസ്റ്റിൽ നിന്ന് എങ്ങനെ വെൽത്ത് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഒരു പരിധി വരെ അത് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു സാധനവും വേസ്റ്റായിട്ട് കളയാൻ പറ്റാതെ നമുക്ക് ഉപയോഗിക്കാം. ഈവൻ നമ്മുടെ സവോളയുടെ തൊലി പോലും നമുക്കത് പ്രയോജനപ്പെടുത്താം, മീനിൻ്റെ ചെതുമ്പൽ പ്രയോജനപ്പെടുത്താം എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങനെ ആകാൻ നമ്മളാകുന്ന സമൂഹത്തിൽ മറ്റുള്ളവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ, പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രമിക്കുന്നത്, എൻ്റെ കൊച്ചമ്മ ശ്രമിക്കുന്നത് സേവ്യാ സംഘത്തിൽ ഇങ്ങനെയുള്ളത് പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. ആ വിധത്തിൽ ഇത് നന്നായി കൊണ്ടുപോകാൻ പറ്റും. അവരവർ വിചാരിച്ചാൽ അവരുടെ ഗ്രാമവും അവൻ വസിക്കുന്ന ഇടവും ഭംഗിയാക്കാൻ പറ്റും. ഏറ്റവും ഭംഗിയായി വീട് സൂക്ഷിക്കാൻ പറ്റും. ഈ അതിലെ ഒരു ബേസിക് ദർശനം, പുരോഹിത ദർശനം എന്ന് പറയുന്നത് ബൈബിളിനകത്തും അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു, ഞാൻ പറയാം ഹൈന്ദവ പ്രമാണം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, ഹൈന്ദവ പ്രമാണത്തില് സൃഷ്ടി സ്ഥിതി സംഹാരം, സൃഷ്ടിയും അതുപോലെ തന്നെ അതിനെ സ്ഥിതിയിൽ അതിനെ സംരക്ഷിക്കണം, ഏതൻ തോട്ടത്തെ കാക്കണം പരിപാലിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലയും അതിൻ്റെ നിവാസികളെ യഹോവയ്ക്കുള്ള. അപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരു പച്ചിപ്പെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞു ഗ്രാമീണ ഭംഗി ടൗണിൽ ഉണ്ടാക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞ പോലെ ഒരു പുരോഹിതനും പങ്കാളിയും കൊച്ചമ്മയും വിചാരിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ബോധവൽക്കരണം നടത്താൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടൗൺ പാരിഷ് ആണെങ്കിൽ പോലും അവിടെ ഉള്ള സ്ഥലത്ത് ചെടി വെക്കാനും മരങ്ങൾ പിടിപ്പിക്കാനും നമ്മുടെ മനസ്സിലൊരു പച്ചിപ്പുണ്ടാവും. എത്ര വർഷമായി അച്ഛൻ ഇപ്പോൾ പട്ടം ഇട്ടിട്ട്? 1981 പട്ടത്തിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഇപ്പം 42 കഴിയുന്നു. ഓക്കെ. ഈ 42 വർഷം അച്ഛൻ വിവിധ ഇടവകളിൽ, വിവിധ ദേശത്ത്, വിവിധ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഓർക്കുന്നത് പൂന
ടൗൺ ആണെങ്കിൽ പോലും എന്ത് സുന്ദരമാണ് അവിടെ. എന്നാൽ ബോംബെയിലേക്ക് മാറുമ്പോഴത്തേക്ക് ചില വ്യത്യാസങ്ങളുണ്ടാവും. ഉണ്ടാവും. അവിടെ പോലും ക്രമീകൃതമായ രീതിയിലൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പൂന ബ്യൂട്ടിഫുൾ ആയത്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവം സഹായിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രതിസന്ധി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ജീവിതം മൊത്തത്തിലെ പ്രതിസന്ധികളായിരുന്നു. എന്നാൽ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും വലിയവനായ ദൈവം ഇറങ്ങി വന്ന് സഹായിച്ചിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. എല്ലാം വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് പറയാം. അത് 1987 എനിക്ക് ഒരു ഡിസ്കിൻ്റെ പ്രയാസമായിട്ട് ഹോസ്പിറ്റലിൽ അത് ഒരു വർഷത്തോളം നടുവേദന കൊണ്ടു നടന്നതിന് ശേഷം ലാസ്റ്റിൽ ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള ഒരു ഈ തീരുമാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റ് പല മെഡിക്കൽ കോളേജും ഡോക്ടർമാരുടെ കൺസൾട്ടേഷന് ശേഷം ബഹുമാനപ്പെട്ട പൈലിയച്ചൻ്റെ മകൻ ഡോക്ടർ ഇവിടെ ഓർത്തോപെഡിക് ഡോക്ടറായിട്ട് മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ ജെമിനി ഡോക്ടറുണ്ട്. അവിടെയാണ് ഓപ്പറേഷന് തീയതിയൊക്കെ തീരുമാനിച്ച് അവിടെ കിടക്കുന്ന സമയം. ഒരു ദിവസം അതിവേദന സഹിക്കാതെ വരുന്നപ്പോൾ എനിക്ക് തന്ന ഒരു ഇഞ്ചക്ഷൻ എന്നെ വാസ്തവത്തിൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. ഇഞ്ചക്ഷൻ തന്നതായുള്ള സിസ്റ്റർ ഒരു വളരെ ഡെഡിക്കേറ്റഡും അതേസമയം തന്നെ എഡ്യൂക്കേറ്റഡുമായിട്ടുള്ള ആളാണെങ്കിലും എന്തുകൊണ്ടോ ആ സമയത്ത് പറ്റിയതായ എന്തോ ഒരു കണക്കുകൂട്ടലിൽ പെശകായിരിക്കാം. പക്ഷേ പെട്ടെന്ന് അവർക്ക് തോന്നി അച്ഛനെ ഉടനെ ഒന്ന് BP നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് BP ഏറ്റവും ലോ ആവുന്നതും ഉടനെ ഹോസ്പിറ്റലിൽ അവൈലബിളായ എല്ലാ ഡോക്ടർമാരും വന്ന് പരിശോധിച്ച് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ തിരികെ ലൈഫിലേക്ക് വരാനിടയായതും പിന്നീട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് സ്റ്റേബിളായപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ വളരെ സിവിയറായിട്ടുള്ളതായിരുന്നു. നമ്മുടെ ക്രിസ്ത്യൻ തിരുമേനി എന്ന് വലിയ മെത്രാപ്പൊലീത്തായിട്ടില്ല. തിരുമേനിയുടെ ഭദ്രാസനത്തിലാണെന്ന് ഞാൻ കുലശേഖരം പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. തിരുമേനി ഇടയ്ക്ക് കാണാൻ ഓപ്പറേഷൻ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ പങ്കാളി ഒളിഞ്ഞു നിന്ന് കേട്ടതാണ്. ഡോക്ടറോട് ചോദിക്കുന്നു, ഇങ്ങനെയുണ്ട് ഡോക്ടറെ അച്ഛൻ്റെ നില. അച്ഛൻ ഡോക്ടർ പറയുകയാണ്, തിരുമേനി എൻ്റെ മാക്സിമം എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അച്ഛൻ എഴുന്നേറ്റ് നടക്കുമോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നിന്നും ദൈവം തമ്പുരാൻ എന്നെ ഡോക്ടർ ഒരു 3 മാസത്തെ റെസ്റ്റ് പറഞ്ഞു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴേ തിരുമേനി പറഞ്ഞു, അച്ഛൻ കുഴപ്പമില്ല, അച്ഛൻ കുറിച്ചേരത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. 1.5 മാസത്തിന് കഴിഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ പോയി. 87 ആ ഓപ്പറേഷന് ശേഷം എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ എന്നെ ദൈവം തമ്പുരാൻ ഈ നിമിഷം വരെ നടത്തി എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ദുഃഖ വെള്ളിയാഴ്ചയിലും മുഴുവൻ പാട്ടിനെയും കുമ്പിടാനായിട്ടുള്ള ആരോഗ്യം ദൈവം എനിക്ക് തന്നു. കുന്നംകുളത്തെ ഒരു പ്രത്യേകത, ഒരൊറ്റ സ്റ്റാൻസ പോലും അവരെ ദുഃഖ വെള്ളിയാഴ്ച കട്ട് ചെയ്യത്തില്ല. എല്ലാ സ്റ്റാൻസായും പാടി കുമ്പിടാനായിട്ടുള്ള ആരോഗ്യം ദൈവം എനിക്ക് തന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ജീവൻ നഷ്ടപ്പെടുത്തു നിന്നും തിരികെ ജീവൻ നൽകി സഭയുടെ ശുശ്രൂഷക്കാരനായി ഇന്നും ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നു. അതിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെന്തക്കോസ്ത് സ്റ്റൈലാണെന്നൊക്കെ പറയുമെങ്കിലും പ്രൈസ്തലോടൊക്കെ ആരാധനയുടെ ഇടയ്ക്കൊക്കെ പറയും. ദൈവത്തിന് നന്ദി. ജീവിതത്തിൽ പുനർജന്മത്തിൻ്റെ സായുജ്യം നമ്മളൊക്കെ അനുഭവിച്ചു, ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിനെ സ്തുതിക്കുന്നതാണ് പ്രൈസ്തലോട്. അത് നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ അല്ല, ആരുടെയും കുത്തകയോ അല്ല. ദൈവം ജീവിതം തരുമ്പോൾ, ആ ദാനം തരുമ്പോൾ അത് ഏത് മനുഷ്യനും ദൈവത്തോട് നന്ദി പറയും, പ്രൈസ്തലോടും നമ്മൾ പറയും. അച്ഛൻ്റെ കുടുംബത്തിൽ കൊച്ചമ്മ മക്കൾ അവരിപ്പോൾ എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് എന്ന് പറയാമോ? 1984 ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. 81 തൊട്ട് 84 വരെ നോർത്ത് ഈസ്റ്റിൽ 7 സംസ്ഥാനങ്ങൾക്ക് ഒരച്ഛനായി ശുശ്രൂഷ ചെയ്യാനുള്ളൊരു ഭാഗ്യവും ദൈവം തന്നായിരുന്നു. ആസാം, നാഗാലാൻഡ്, മേഘാലയ തുടങ്ങി 7 സംസ്ഥാനങ്ങൾക്ക് ഞാനൊരു അച്ഛൻ മാത്രമാണ്. കത്തോലിക്ക സഭയിൽ ഒരു ഡയോസിസിന് മാത്രം 2000 അച്ഛന്മാരുള്ളിടത്താണ്. അത് ഷില്ലോങ് ഡയോസിസിലെ ബിഷപ്പിനുമായിട്ട് ഞാനൊരു സംഭാഷിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കിയത്. അപ്പം നമ്മുടെ സഭയിൽ അന്ന് ഞാനൊരു പട്ടക്കാരൻ മാത്രമാണ്. അനുഗ്രഹകരമായ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ പൂർത്തീകരിച്ച് ഞാൻ നാട്ടിൽ വന്ന് കടമ്പനാട് മുതലായ 5 പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത്. ശാലയം, തുരുത്തിക്കര, കുന്നത്തൂര്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ തലവടി മാത്തുക്കുട്ടി ഉപദേശം എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു കൺവെൻഷൻ പ്രസംഗനുണ്ടായ അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്.
അതിനും ഒത്തിരി മുഖാന്തരങ്ങളുണ്ട്. വലിയവനായ ദൈവം ചെയ്ത ക്രമീകരണമാണ്. സുശീല എന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര്. ദാനമായി 3 മക്കളെ ദൈവം നൽകി. സ്നേഹ, സൗമ്യ, ശാന്തി, എല്ലാവർക്കും എസ്സിൽ തുടങ്ങുന്ന പേരാണ്. അതെല്ലാം പ്രത്യേകിച്ച് അങ്ങനെ ആലോചിച്ചിട്ടല്ല, ദൈവം അനുഗ്രഹീതമായി നൽകിയതാണ്. സ്നേഹമോള് നമ്മുടെ സഭയിലെ തന്നെ ഒരു പട്ടക്കാരനാണ് വിവാഹം കഴിച്ചത്. കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതിൻ്റെ പരമാവധി വിദ്യാഭ്യാസം നമ്മളാൽ കഴിയുന്നത് നൽകി. സ്നേഹമോള് ലുധിയാനയിൽ BDSന് ശേഷം ടാറ്റയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ല നിലയിൽ പാസ്സായി. എന്നാൽ മാർത്തോമാ സഭയിലെ പട്ടക്കാരനോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഔദ്യോഗിക മേഖലയിലുള്ള മറ്റ് വലിയ ജോലികളിലേക്ക് പ്രവേശിച്ചില്ല. മോളുടേതായ ചെറിയ തലത്തിലുള്ളതായ ചെറിയ ബിസിനസ് മേഖലകളിൽ കൂടെ ഇങ്ങനെ അഡീഷണൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോൾ സൗമ്യ, അവിടെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായ ഒരു 3 വർഷത്തേക്ക് സ്റ്റേറ്റ്സിലാണ്. അത് കമ്പനി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. മോൾ ജോലി ചെയ്യുന്നില്ല. മോളും ബിസിനസ് രംഗത്ത് MBA പാസ്സായതാണ്. ഇളയ മകൾ ശാന്തി ലുധിയാനയിൽ തന്നെ BDSന് ശേഷം ലെപ്രസി മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 വർഷമായി അവിടെ അലഹബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ലെപ്രസിക്കാർ, അതായത് കുഷ്ഠരോഗികളാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലുത്. അതൊരു വലിയ ജീവിത ദൗത്യമായിട്ട് ഇപ്പോഴും കണ്ട് ഇതുവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. എൻ്റെ കുടുംബമാണ് എൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും വലിയ കൈത്താങ്ങൽ. സുശീല ഉള്ളിടത്ത് ഞാനുണ്ട്, ഞാനുള്ളത് സുശീലയുണ്ട്. ഇന്നിവിടെ ഒഴിച്ച് എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹീതമായ കൂട്ടായ്മ നൽകി വരുന്നു. അതെനിക്ക് സന്തോഷമാണ്. അച്ഛാ, ഇത്ര നേരം ഈ വോട്ട് ടിവിക്ക് വേണ്ടി അച്ഛൻ്റെ ദർശനങ്ങൾ പങ്കുവച്ചത് നന്ദിയുണ്ട്. നന്ദി അച്ഛാ. എന്നെ ഇങ്ങനെ ക്ഷണിച്ചതിൽ പ്രത്യേകം സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.